ഗുഡ് മോർണിംഗ്. സാക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നത് മണി ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് ഡിമാൻഡ് ഫോർ മണിയാണ് ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മണി ആൻഡ് ഇറ്റ്സ് ഫങ്ഷനകത്ത് നമ്മൾ പറഞ്ഞത് പണത്തിന് പ്രധാനമായിട്ടും എത്ര ഫങ്ഷൻ ഉണ്ട്? 5 ഫങ്ഷൻ. ഏതൊക്കെയാണത്? 1 മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, 2 മെഷർ ഓഫ് വാല്യൂ ഓർ യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, മൂന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞത് സ്റ്റോർ ഓഫ് വാല്യൂ, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്സ്. ഇത്രയും നമ്മൾ പറഞ്ഞവിടെ നിർത്തി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആദ്യം നമ്മൾ മണിയുടെ കാര്യം പറഞ്ഞു, പിന്നെ ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം നമ്മൾ പറഞ്ഞു, അതൊരു മണി ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് അവിടെ നിന്ന് പറയാനുള്ളത് ഡിമാൻഡ് ഫോർ മണി. ഡിമാൻഡ് ഫോർ മണിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഡിമാൻഡ് ഫോർ മണി ഈസ് അതർവൈസ് നോൺ ആസ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. ഡിമാൻഡ് ഫോർ മണിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡിമാൻഡ് ഫോർ മണിയുടെ മറ്റൊരു പേരാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് വിളിക്കാൻ കാരണം? അതായത് വൈ ഡസ് പീപ്പിൾ ഹോൾഡ് മണി? എന്തുകൊണ്ടാണ് ജനങ്ങൾ പണമായി തന്നെ കയ്യിൽ വെക്കുന്നത്? ഇതിനെയാണ് ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി there are 3 important reasons for holding money in the form of money itself. പണത്തെ പണമായി തന്നെ കയ്യിൽ സൂക്ഷിക്കുവാൻ പ്രധാനമായും 3 കാരണങ്ങൾ. They are transaction motive, precautionary motive, transaction motive and speculative motive. There are 3 important reasons for holding money in the form of money itself. They are precautionary motive, ട്രാൻസാക്ഷൻ മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ട്രാൻസാക്ഷൻ മോട്ടീവ്. എന്താണ് ഈ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് നമുക്ക് നോക്കാം. കൊടുക്കൽ വാങ്ങലിന് വേണ്ടി വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് റീസൺ ഫോർ ഹോൾഡിംഗ് മണി ഇൻ ദി ഫോം ഓഫ് മണി ഇറ്റ്സെൽഫ് ഈസ് ടു മേക്ക് എ ട്രാൻസാക്ഷൻ. ജനങ്ങൾ പണമായി തന്നെ കയ്യിൽ സൂക്ഷിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് is to make a transaction. കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ പണത്തെ പണമായി തന്നെ കയ്യിൽ സൂക്ഷിക്കുന്നത്. ഇനി കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾ പണമായി തന്നെ കയ്യിൽ സൂക്ഷിക്കുന്നത്? ഫോർ മോസ്റ്റ് പീപ്പിൾ മണി റെസീപ്റ്റ്സ് ഒക്വർ ഇന്റർമിറ്റന്റ്ലി. മിക്കവാറും ആൾക്കാർക്ക് മണി റെസീപ്റ്റ്സ് എന്ന് വെച്ചാൽ പണം അവർക്ക് കിട്ടുന്നത്, വരുമാനം ഉണ്ടാകുന്നത് ഇന്റർമിറ്റന്റ്ലി ആയിട്ടാണ്. ഇന്റർമിറ്റന്റ്ലി മീൻസ് ബിറ്റ്വീൻ ഇന്റർവെൽസ്, ഇടവേളകൾക്ക് ശേഷമാണ്. ബട്ട് ദേ ആർ ഫോഴ്സ്ഡ് ടു സ്പെൻഡ് കണ്ടിന്യൂസ്ലി. പക്ഷേ അവർ സ്ഥിരമായിട്ട് ചെലവ് ചെയ്യുവാൻ നിർബന്ധിതരാണ്. അപ്പോൾ വരുമാനം കിട്ടുന്നത് വല്ലപ്പോഴുമാണ്, ഇടവേളകൾക്ക് ശേഷമാണ്. നിരന്തരം ചെലവ് ചെയ്യുവാൻ അവർ നിർബന്ധിതരാണ്. സോ എ പോർഷൻ ഓഫ് മണി കെപ്റ്റ് ഇൻ ദി ഫോം ഓഫ് മണി ഇറ്റ്സെൽഫ്. അതുകൊണ്ട് അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കും. ദി ഡിസയർ ഓഫ് ദി പീപ്പിൾ hold a cash in order to make a transaction is known as transaction demand for money. കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ പണമായി തന്നെ കയ്യിൽ സൂക്ഷിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ പണമായി തന്നെ കയ്യിൽ സൂക്ഷിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. ഇനി നമ്മളൊന്ന് എക്സാമ്പിൾ ഇതിനൊരു എക്സാമ്പിൾ പറയാണ്. For example, if there are only a single household and a firm. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരൊറ്റ ഹൗസ് ഹോൾഡും ഒരൊറ്റ ഫേമും എന്ന് വെച്ചാൽ ഒരു കുടുംബവും ഒരു ഫേമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുക. ഇൻ ദാറ്റ് എക്കോണമി ഹാസ് ഓൺലി ₹100. ആ എക്കോണമിയിൽ മണി സർക്കുലേഷൻ ഇൻ ദാറ്റ് എക്കോണമി ഈസ് ഓൺലി 100. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിൽ 2 വിഭാഗം ആൾക്കാർ, ഒരു ഹൗസ് ഹോൾഡും ഒരു ഫേമും. ഫേം മീൻസ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ആ സമ്പദ് വ്യവസ്ഥയിൽ ആകെ 100 രൂപയേ ഉള്ളൂ. ഇൻ ദി ബിഗിനിങ് ഓഫ് ദി മന്ത് ഫേം ഗീവ്സ് ₹100 to household as factor payment.
മാസത്തിന്റെ ആദ്യം ഫേം ഈ 100 രൂപ ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. എന്തായിട്ട് കൊടുക്കുന്നു? ആസ് ഫാക്ടർ പേയ്മെന്റ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പേയ്മെന്റ് ആയിട്ട്. ദാറ്റ് മീൻസ് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഈ രീതിയിൽ ഫേം ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. സോ ഇൻ ദി ബിഗിനിങ് ഓഫ് ദി മന്ത് ഹൗസ് ഹോൾഡ് ഹാസ് ₹100 വിത്ത് ഇറ്റ് ആൻഡ് ഫേം ഹാസ് ₹0 വിത്ത് ഇറ്റ്. അപ്പൊ ബിഗിനിങ് ഓഫ് ദി മന്തിൽ ഹൗസ് ഹോൾഡിന്റെ 100 രൂപയുണ്ട്, ഫേമിന്റെ 0 ആണ്. അപ്പൊ അവിടുത്തെ ആവറേജ് ട്രാൻസാക്ഷൻ എത്ര വരും? ഹൗസ് ഹോൾഡിന്റെ 100, 100 അധികം ഫേമിന്റെ 0. അപ്പൊ 100 അധികം 0 എത്ര പേര്? ഹൗസ് ഹോൾഡും ഫേമും കൂടെ ആയപ്പോൾ 2 പേര്. അപ്പൊ 100 അധികം 0 ഭാഗം 2 സമം 50. അപ്പോൾ ആവറേജ് ബിഗിനിങ് ഓഫ് ദി മന്തിലെ ആവറേജ് ട്രാൻസാക്ഷൻ 50. ഇനി ഡ്യൂറിംഗ് 1 മന്ത് ഹൗസ് ഹോൾഡ് യൂസ് ദിസ് ₹100 ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫേം. അതായത് ഒരു മാസം കൊണ്ട് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? ഈ 100 രൂപയ്ക്ക് ഫേം ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കഴിഞ്ഞു. സോ ഇൻ ദി എൻഡ് ഓഫ് ദി മന്ത് ഫേം ഹാസ് ₹100 വിത്ത് ഇറ്റ് ആൻഡ് ഹൗസ് ഹോൾഡ് വിൽ ഹാവ് ₹0 വിത്ത് ഇറ്റ്. അപ്പൊ എൻഡ് ഓഫ് ദി മന്തിൽ ഫേമിന്റെ ചെന്ന് 100 രൂപ, ഹൗസ് ഹോൾഡ് സാധനം വാങ്ങിക്കുന്നതിലൂടെ ഈ 100 രൂപ ഫേമിന്റെ എത്തി, ഹൗസ് ഹോൾഡിന്റെ 0 ആണ്. അപ്പൊ എൻഡ് ഓഫ് ദി മന്തിലെ ആവറേജ് ട്രാൻസാക്ഷൻ എത്ര ആയിരിക്കും? ഫേമിന്റെ ഹൗസ് ഹോൾഡിന്റെ ഫേമിന്റെ 100 പ്ലസ് ഹൗസ് ഹോൾഡിന്റെ 0, 100 പ്ലസ് 0 അല്ലെ 0 പ്ലസ് 100, അവിടെ 2 വരാൻ ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 50. അപ്പൊ ബിഗിനിങ് ഓഫ് ദി മന്തിലെ ആവറേജ് ട്രാൻസാക്ഷൻ 50 ആണ്, എൻഡ് ഓഫ് ദി മന്തിലെ ആവറേജ് ട്രാൻസാക്ഷൻ 50 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മാസത്തെ മൊത്തത്തിലുള്ള ആവറേജ് ട്രാൻസാക്ഷൻ എത്രയാണ്? 50 പ്ലസ് 50 ഈസ് ഈക്വൽ ടു 100. 50 അധികം 50 സമം 100. അപ്പൊ ആവറേജ് ട്രാൻസാക്ഷൻ ₹100 ആണ്. ഇനി അവിടുത്തെ ടോട്ടൽ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ എത്ര ഉണ്ട് ആ ഒരു മാസത്തിൽ? നമ്മൾ നോക്കിയേ. ഡ്യൂറിംഗ് 1 മന്ത് ഫേം ഗീവ്സ് ₹100 ടു ദി ഹൗസ് ഹോൾഡ് ആസ് ഫാക്ടർ പേയ്മെന്റ്. അപ്പൊ ₹100 ട്രാൻസാക്ഷൻ ആവും. ഔട്ട് ഓഫ് 1 മന്ത് ഹൗസ് ഹോൾഡ് പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫേം വർത്ത് ₹100. 100 രൂപയുടെ സാധനങ്ങളും സേവനങ്ങളും ഹൗസ് ഹോൾഡും വാങ്ങി. അപ്പൊ ഫേം 100 രൂപ ചെലവാക്കി, ഹൗസ് ഹോൾഡ് 100 രൂപ ചെലവാക്കി. അപ്പൊ ടോട്ടൽ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ എത്രയാണ്? ട്രാൻസാക്ഷൻ NT റൈസ് ടു D. നിങ്ങളുടെ നോട്ട്സോട് നോക്കണം എങ്ങനെ എഴുതിയത്. ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ വിളിക്കുന്ന പേരാണ് NT റൈസ് ടു D. NT റൈസ് ടു D 100 ആണ്. പക്ഷെ അതുകൊണ്ട് ടോട്ടൽ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ T എന്ന് പറയുന്നത് 200 ആണ്. അപ്പൊ 100 രൂപ കൊണ്ട് 200 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി. ദി പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ total transaction demand for money, that is NT raised to D, and the total volume of transaction T is a fraction. അതൊരു ഫ്രാക്ഷൻ ആയിരിക്കും, അത് ഫ്രാക്ഷൻ വാല്യൂ ഓഫ് കെയും ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കിയേ. NT raised to D divided by T is equal to K. That is 100 divided by 200. 100 means NT raised to total transaction demand for money ആണ് 100. Total volume of transaction T 200. അപ്പൊ 100 ഭാഗം 200 സമം 1/2. That means here K is equal to 1/2. അപ്പൊ നമ്മൾ പറഞ്ഞ് the proportion between total transaction demand for money and volume of transaction is a fractional value. അത് ഫ്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ K എന്ന് പറയുന്നതിന്റെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് NT raised to D divided by T is equal to K. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ഈ എക്സാമ്പിൾ നമ്മൾ കൊടുത്ത വാല്യൂ അവിടെ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ടോട്ടൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി T ആണ്. ടോട്ടൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി NT raised to D ആണ്. ടോട്ടൽ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ T ആണ്. ഇത് രണ്ടും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നതാണ് K. അങ്ങനെയാണെങ്കിൽ 100 ഭാഗം 200 സമം 2 1/2. ഹിയർ K ഈസ് ഈക്വൽ ടു 1/2. ഇവിടെ 100 രൂപ കൊണ്ട് 200 രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് നടത്തിയത്, അല്ലെ? എന്ന് പറഞ്ഞാൽ 100 രൂപ ഡബിൾ ചെയ്തു. 100 രൂപ എത്ര വ്യക്തികളുടെ കൈകളിലൂടെ കടന്നുപോയി? ഫേമിന്റെ കയ്യിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പോയി ഒരു പ്രാവശ്യം, ഹൗസ് ഹോൾഡിൽ നിന്ന് തിരിച്ച് ഫേമിലേക്ക് വന്നു. എത്ര സമയം കൊണ്ട്? ഒരു മാസക്കാലം കൊണ്ട്. അപ്പൊ ആ ഒരു മാസം എന്ന് പറയുന്ന ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു നിശ്ചിത എമൗണ്ട് പണം 2 വ്യക്തികളുടെ കൈകളിലൂടെ കടന്നുപോയി. ഇതിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. അപ്പൊ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടൈംസ് എ എമൗണ്ട് ഓഫ് മണി ചേഞ്ചസ് ഹാൻഡ്സ്. ഒരു നിശ്ചിത പണം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര വ്യക്തികളുടെ കൈകളിലൂടെ കടന്നു പോകുന്നു,
അതിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് വിളിക്കുന്നത്. ഹിയർ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി V സമം 2. ഇവിടെ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി V എന്ന് പറയുന്നത് 2. ഇനി നമുക്ക് അപ്പൊ ഇത്രയുമാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്, അല്ലെ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പീപ്പിൾ ഹോൾഡ് ക്യാഷ് ഇൻ ഓർഡർ ടു മേക്ക് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. ഇനി അങ്ങനെ ട്രാൻസാക്ഷന് വേണ്ടി ജനങ്ങൾ കയ്യിൽ കാശ് കരുതാനുള്ള കാരണം എന്താ? അവർക്ക് പണം കിട്ടുന്നത് ഇടവേളകൾക്ക് ശേഷമാണ്, നിരന്തരം അവർ ചെലവ് ചെയ്യണം. അപ്പൊ കിട്ടിയ വരുമാനത്തിൽ ഒരു പോർഷൻ അവർ കയ്യിൽ വെച്ചിരിക്കും. ഇതാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. പിന്നെയാണ് നമ്മൾ പറഞ്ഞത് അവിടെ 2 വിഭാഗം, ഹൗസ് ഹോൾഡും ഫേമും. മാസത്തിന്റെ ആദ്യം ഫേം ഹൗസ് ഹോൾഡ് 100 രൂപ കൊടുത്തു. അപ്പൊ ഫേമിന്റെ പിന്നൊന്നുമില്ല, 0 ആണ്. ഹൗസ് ഹോൾഡ് 100 രൂപ. അവിടുത്തെ ആവറേജ് ട്രാൻസാക്ഷൻ 50. ഒരു മാസം കൊണ്ട് ഹൗസ് ഹോൾഡ് ഈ 100 രൂപയുടെ സാധനങ്ങൾ ഫേമിൽ നിന്ന് വാങ്ങും. അപ്പൊ മാസത്തിന്റെ അവസാനമായപ്പോൾ ഹൗസ് ഹോൾഡിന്റെ 0, ഫേമിന്റെ 100. അവിടുത്തെ ആവറേജ് ട്രാൻസാക്ഷൻ 50. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ND⁻D എന്ന് പറയുന്നത് 100 ആണ്. എങ്ങനെ കിട്ടി 100? ബിഗിനിങ് ഓഫ് ദി മന്തിലെ ആവറേജ് 50യും എൻഡ് ഓഫ് ദി മന്തിലെ ആവറേജ് 50. 50 + 50 = 100. ഇനി 100 രൂപ കൊണ്ട് അവിടെ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി? 200 രൂപയുടെ. അതെങ്ങനെയാണ്? 100 രൂപ ഫേം ചെലവാക്കി, 100 രൂപ ഹൗസ് ഹോൾഡ് ചെലവാക്കി. അപ്പം 100 രൂപ കൊണ്ട് 200 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി. ആ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ നമ്മൾ T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ ഇവ രണ്ടും തമ്മിലുള്ള അനുപാതം ടോട്ടൽ ട്രാൻസാക്ഷൻ ഡിമാൻഡും ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആയിരിക്കും. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ND⁻D ഡിവൈഡ് ബൈ T = K. അങ്ങനെയാണെങ്കിൽ 100/200 = 2/1, 1/2. അപ്പൊ 100 രൂപ ഒരു മാസം എന്ന സമയപരിധിക്കുള്ളിൽ എത്ര വ്യക്തികളുടെ കൈകളിലൂടെ കടന്നുപോയി? 2 വ്യക്തികളുടെ കൈകളിലൂടെ കടന്നുപോയി. അതിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. ഇത്രയുമാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. അപ്പൊ പണത്തിന് ഡിമാൻഡ് ഉണ്ടാകും 3 കാരണങ്ങൾ. ഒന്ന് പ്രിക്കോഷണറി മോട്ടീവ്, മറ്റൊന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, അടുത്ത സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ആ പ്രിക്കോഷണറി മോട്ടീവും കൂടെ ഞാനിപ്പോ ഒന്ന് ചോദിച്ചു. ആദ്യത്തെ, അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? എമർജൻസീസ് ഉണ്ടാവും, അത്യാഹിതങ്ങൾ ഉണ്ടാവും. ഈ അത്യാഹിതങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പണമായി തന്നെ കയ്യിൽ സൂക്ഷിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി? പ്രിക്കോഷണറി മോട്ടീവ്, പീപ്പിൾ വിൽ ഹോൾഡ് എ ക്യാഷ് ഇൻ ഓർഡർ ടു മീറ്റ് എമർജൻസീസ്. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ അത്യാഹിതങ്ങൾ ഉണ്ടാവും, ഫയർ, ആക്സിഡന്റ് തുടങ്ങിയ അത്യാഹിതങ്ങൾ ഉണ്ടായാൽ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ പണമായി തന്നെ കയ്യിൽ സൂക്ഷിച്ചാൽ അതിനെ വിളിക്കുന്നവർ പ്രിക്കോഷണറി മോട്ടീവ്. അത്രയേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് മോട്ടീവ്. അപ്പൊ പണം ഡിമാൻഡ് ചെയ്യാൻ 3 മോട്ടീവ്: പ്രിക്കോഷണറി മോട്ടീവ്, ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അതിൽ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? അത്യാഹിതങ്ങൾ നേരിടുന്നതിന് വേണ്ടി പണം കയ്യിൽ സൂക്ഷിച്ചാൽ അത് പ്രിക്കോഷണറി മോട്ടീവ്. അത്രയേ ഉള്ളൂ. ഒന്നാമത്. രണ്ടാമത്തതാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്, നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ട്രാൻസാക്ഷന് വേണ്ടി ജനങ്ങൾ പണം കയ്യിൽ സൂക്ഷിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. അതിന്റെ കാരണം എന്താണ്? മണി റെസീപ്റ്റ്സ് ഉണ്ടാകുന്ന ഇടവേളകൾക്ക് ശേഷവും കണ്ടിന്യൂസ് ആയിട്ട് ചെലവ് ചെയ്യേണ്ടി വരും. ഇനി അതിന്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ ഹൗസ് ഹോൾഡും ഫേം. അവിടെ ആ സമ്പദ് വ്യവസ്ഥയിൽ ആകെ 100 രൂപയുമേ ഉള്ളൂ. മാസത്തിന്റെ ആദ്യം 100 രൂപ ഫേം ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു ഫാക്ടർ പേയ്മെന്റ് ആയിട്ട്. അപ്പം മാസത്തിന്റെ ആദ്യം ഫേമിന്റെ കയ്യിൽ ഇനി ഒന്നുമില്ല, 100 ഉള്ളൂ, അത് ഹൗസ് ഹോൾഡിന് കൊടുത്തു. അത് 0 മണിയാണ് ഫേമിന്റെ കയ്യിൽ. ഹൗസ് ഹോൾഡിന്റെ 100 ആണ്. അപ്പൊ അവിടുത്തെ ആവറേജ് ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഫേം ആൻഡ് ഹൗസ് ഹോൾഡ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം ഫേമിന്റെ കയ്യിൽ എന്തുകൊണ്ട് 0 പ്ലസ് ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ എത്ര ഉണ്ട്? 100. അപ്പൊ 0 + 100 ഡിവൈഡ് ബൈ 2 = 50. അപ്പൊ ബിഗിനിങ് ഓഫ് ദി മന്തിലെ ആവറേജ് ട്രാൻസാക്ഷൻ 50. ഇനി ഒരു മാസം കൊണ്ട് ഹൗസ് ഹോൾഡ് അവരുടെ കയ്യിലുള്ള 100 രൂപ ഉപയോഗിച്ച് ഫേമിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പൊ മാസത്തിന്റെ അവസാനമായപ്പോഴോ ഫേമിന്റെ കയ്യിൽ 100, ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ 0. അപ്പൊ ഫേം ആദ്യം പറഞ്ഞുകൊണ്ട് ഫേമിന്റെ കയ്യിൽ 100, 100 പ്ലസ് ഹൗസ് ഹോൾഡിന്റെ 0 ഡിവൈഡ് ബൈ 2 = 50. അപ്പൊ എൻഡ് ഓഫ് ദി മന്തിലെയും ആവറേജ് ട്രാൻസാക്ഷൻ 50 ആണ്. അപ്പൊ ആ മാസത്തിലെ മൊത്തത്തിലെ ടോട്ടൽ ട്രാൻസാക്ഷൻ എത്രയാണ്? ബിഗിനിങ് ഓഫ് ദി മന്തിലെ ആവറേജ് 50യും എൻഡ് ഓഫ് ദി മന്തിലെ ആവറേജ് 50. 50 + 50 = 100. അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് എഴുതുന്നത് ND⁻D, M എന്ന് എഴുതി, ക്യാപിറ്റൽ ലെറ്റർ T താഴെ എഴുതി,
സ്മോൾ ലെറ്റർ ഡി അതിന്റെ മുകളിൽ സ്ക്വയർ ആയിട്ട് എഴുതുക. അതിനെ എം ടി റേസ് ടു ഡി ഓർ എം ടി അപ് ടു ഡി. അതിവിടെ 100 രൂപയാണ്. ഇനി 100 രൂപ കൊണ്ട് എത്ര രൂപയുടെ ബിസിനസ് കാണുന്ന അവിടെ? 200 രൂപയുടെ ബിസിനസ് കാണുന്നല്ലേ? ഫേം 100 രൂപ ചെലവാക്കി, ഹൗസ് ഹോൾഡ് 100 രൂപ ചെലവാക്കി. അപ്പൊ 100 + 100 = 200 രൂപയുടെ ബിസിനസ് അവിടെ നടന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. ഇവിടുത്തെ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ തമ്മിലുള്ള അനുപാതം, പ്രൊപ്പോർഷൻ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. അതിനെ നമ്മൾ കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി നമ്മൾ അതിനെ ഇക്വേഷന്റെ രൂപത്തിൽ എഴുതിയാലോ? എൻ ടി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ ടി സമം കെ. ഇനി ഈ വാല്യൂയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന്റെ വാല്യൂ അങ്ങോട്ട് അപ്ലൈ ചെയ്താലോ? എൻ ടി റേസ് ടു ഡി 100 നമ്മൾ പറഞ്ഞു. കെ എത്രാണ്? 200. അപ്പൊ 100 ഭാഗം 200 സമം 2/1, 1/2. ഇവിടെ കെ ആണ് 1/2. ഇനി 100 രൂപ ഒരു മാസക്കാലം കൊണ്ട് 2 വ്യക്തികളുടെ കൈകളിലൂടെ കടന്നുപോയി. അതിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. ഇത്രയുമാണ് അവിടെ നമുക്ക് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. ഇനി മൂന്നാമത്തെ ാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. മൂന്നാമതാണ്. ഈ 3 മോട്ടീവാണ് ജനങ്ങൾ പണമായി തന്നെ കയ്യിൽ സൂക്ഷിക്കാനുള്ള കാരണം. എന്താ നോക്കാം നമുക്ക്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, ഊഹക്കച്ചവടം നടത്തുന്നതിന് വേണ്ടി പണം കൈവശം വെക്കുക. In order to make a profit from the purchase and sale of bonds and securities, individual will hold cash. This is known as speculative motive. ബോണ്ടുകളും സെക്യൂരിറ്റികളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിലൂടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ എന്ത് 2 കാര്യത്തിലൂടെ ലാഭം ഉണ്ടാക്കണം. ബോണ്ടുകളും സെക്യൂരിറ്റികളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിലൂടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങൾ പണമായി തന്നെ കയ്യിൽ സൂക്ഷിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇനി ദി എക്സ്പെക്ടേഷൻ റിഗാർഡിംഗ് ഫ്യൂച്ചർ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോണ്ട് പ്രൈസ് ഈസ് ദി ബേസ് ഓഫ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇനി സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉണ്ടാകുന്ന അടിസ്ഥാന കാരണം എക്സ്പെക്ടേഷൻ ആണ്, പ്രതീക്ഷ. ഫ്യൂച്ചർ ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് ബോണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇപ്പൊ നമ്മളൊക്കെ സ്വർണം വാങ്ങി വെക്കാറുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് സ്വർണം വാങ്ങി വെക്കുന്നത്? നാളെ സ്വർണത്തിന് വില കൂടും എന്ന പ്രതീക്ഷ കൊണ്ടാണ്. ആ പ്രതീക്ഷയിൽ നമ്മൾ സ്വർണം വാങ്ങുമോ? വാങ്ങത്തില്ല. ഇപ്പൊ നമ്മുടെ സ്ഥലം വസ്തു വാങ്ങിക്കാറുണ്ട് അല്ലെ? വാങ്ങിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വസ്തു വാങ്ങിക്കുന്നത്? നാളെ അല്ലെങ്കിൽ വരും കാലത്തിൽ വസ്തുവിന് വില കൂടും. അപ്പം ബോണ്ടിന്റെയും സെക്യൂരിറ്റീസിന്റെയും വിലയിൽ മാറ്റം വരാമെന്ന പ്രതീക്ഷയാണ് ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിക്ക് അടിസ്ഥാനം. ഈ പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡും ഇല്ല. അപ്പൊ ബോണ്ടുകളും സെക്യൂരിറ്റികളും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിലൂടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പണം കയ്യിൽ സൂക്ഷിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡിന്റെ അടിസ്ഥാനം എന്താണ്? ഭാവിയിൽ ബോണ്ടിന്റെയും സെക്യൂരിറ്റിന്റെയും വിലയിൽ മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. ഇനി ഇവിടെ ബോണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എനി അസറ്റ് ലൈക്ക് ഗോൾഡ് ഓർ ലാൻഡ് ഇൻ അഡീഷൻ ടു നോർമൽ ബോണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് മാത്രമല്ല, എനി അസറ്റ്, ഏത് സ്വത്തുമാകാം, ഗോൾഡ്, ലാൻഡ് എക്സെട്ര ഇൻ അഡീഷൻ ടു നോർമൽ ബോണ്ട്. ഒന്നുകിൽ നോർമൽ ബോണ്ട് ആകാം, അല്ലെങ്കിൽ ഗോൾഡ് ആകാം, അല്ലെങ്കിൽ ലാൻഡ് ആകാം. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ്? ബോണ്ടുകൾ, കമ്പനികളുടെ ബോണ്ട് എന്താ വാങ്ങിയത്? നാളെ ബോണ്ടിന്റെ വില കൂടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വാങ്ങുന്നത്. ഇല്ല, നമ്മൾ വാങ്ങത്തില്ല. എന്തുകൊണ്ട് വസ്തു വാങ്ങിക്കുന്നു? നാളെ വസ്തുവിന്റെ വില കൂടും. എന്തുകൊണ്ട് സ്വർണം വാങ്ങിക്കുന്നു? നാളെ സ്വർണത്തിന്റെ വില കൂടും. അപ്പൊ ഇവിടെ ബോണ്ടുകളും സെക്യൂരിറ്റികളും ആൾക്കാർ വാങ്ങാൻ കാരണം നാളെ ഇതിന്റെ വിലയിൽ മാറ്റമുണ്ടാകാം എന്ന പ്രതീക്ഷയാണ്. അപ്പൊ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ അടിസ്ഥാനം എന്താണ്? ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ റിഗാർഡിംഗ് ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ഓഫ് ബോണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോണ്ട് പ്രൈസ് ഈസ് നെഗറ്റീവ്. ഇനി ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് പ്രൈസും തമ്മിലുള്ള ബന്ധം നെഗറ്റീവാണ്. സപ്പോസ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് വെരി ഹൈ, ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന പലിശ നിരക്ക് വളരെ കൂടുതലാണെന്ന് വെച്ചോളുക. ബോണ്ട് പ്രൈസ് ഈസ് വെരി ലോ, ബോണ്ടിന്റെ വില വളരെ കുറവായിരിക്കും. ആൻഡ് വൈസ് വേഴ്സ, നേരെ തിരിച്ച് സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണെങ്കിൽ ബോണ്ടിന്റെ പ്രൈസ് വളരെ കൂടുതലായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ബോണ്ടിന്റെ പ്രൈസ് വളരെ കുറവായിരിക്കും. അതായത് ബോണ്ട് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ബന്ധം നെഗറ്റീവ് ആയിരിക്കും. If now the market rate of interest is high, ഇവിടെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലായിരുന്നു എന്ന് സങ്കല്പിക്കാം. സപ്പോസ് നിങ്ങൾ ഇന്ന് സങ്കല്പിക്കുക, ഇവിടെ എന്ത് വളരെ കൂടുതലായിരുന്നു?
മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലായിരുന്നു എന്ന് സങ്കല്പിക്കുക. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലായിരുന്നു എങ്കിൽ എന്ത് വളരെ കുറവായിരിക്കും? ബോണ്ട് പ്രൈസ് വളരെ കുറവായിരിക്കും. ഈ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹൈ, പീപ്പിൾ തിങ്ക് ദാറ്റ് ഇപ്പൊ പലിശ നിരക്ക് വളരെ കൂടുതലാണ്, അപ്പോൾ എല്ലാവരും പണം ബാങ്കിലിട്ടിരിക്കുകയാണ്, ബോണ്ട് ഒന്നും ആർക്കും വേണ്ട, ബോണ്ടിന്റെ വില വളരെ കുറവാണ്. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കും, എന്ത് ചിന്തിക്കാം? നാളെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാം, ബോണ്ടിന്റെ വില കൂടാം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് പൈസ കൊടുത്താൽ കൂടുതൽ ബോണ്ട് കിട്ടും. കാരണം എന്താ? ബോണ്ടിന്റെ സെക്യൂരിറ്റീസിന്റെ വില വളരെ കുറവാണ്. അപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചിട്ട് എന്ത് വാങ്ങിക്കും? ബോണ്ട് വാങ്ങി കൈവെക്കും. പറഞ്ഞു മനസ്സിലല്ലേ? ഇനി നേരെ തിരിച്ചൊന്ന് സങ്കല്പിക്കുക. ഇപ്പൊ ബോണ്ടിന്റെ വില വളരെ കൂടുതലാണ്. ബോണ്ടിന്റെ വില വളരെ കൂടുതലാണെങ്കിൽ എന്ത് വളരെ കുറവായിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കും. ഇപ്പൊ ആൾക്കാർ എന്ത് ചിന്തിക്കും? നാളെ ബോണ്ടിന്റെ വില കുറയാം, ബാങ്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടാം. അപ്പൊ അവരെന്ത് ചെയ്യും? ബോണ്ട് വിറ്റ് ബോണ്ട് വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും, കാര്യം വില വളരെ കൂടുതലാണ്. ബോണ്ട് വിറ്റിട്ട് ആ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിക്ക് അടിസ്ഥാനം. ഇഫ് നൗ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹൈ, പീപ്പിൾ മേ തിങ്ക് ദാറ്റ്, ജനങ്ങൾ എന്ത് ചിന്തിക്കും? മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ഫാൾ ഇൻ ഫ്യൂച്ചർ. ഇപ്പൊ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്, ജനങ്ങൾ ചിന്തിക്കുകയാണ് നാളെ കുറയാം. ആൻഡ് ബോണ്ട് പ്രൈസ് മേ ഇൻക്രീസ് ഇൻ ഫ്യൂച്ചർ, ബോണ്ടിന്റെ പ്രൈസ് കൂടാം നാളെ. അപ്പൊ ഇപ്പം ബോണ്ടിന്റെ പ്രൈസ് വളരെ കുറവാണ്. കാരണം എന്താ? മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണ്. കുറച്ച് പൈസ കൊടുത്താൽ കൂടുതൽ ബോണ്ട് കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യും? സോ പീപ്പിൾ മേ ഇൻവെസ്റ്റ് ഇൻ ബോണ്ട് നൗ ടു മേക്ക് പ്രോഫിറ്റ് ഇൻ ഫ്യൂച്ചർ. ദി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വിൽ ബി ലോ. അതുകൊണ്ട് എന്ത് വളരെ കുറവായിരിക്കും? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. കൈവയ്ക്കല്ല, ഉള്ള പൈസ കൊടുത്ത് എല്ലാവരും ബോണ്ട് വാങ്ങിച്ചു വെക്കും. കാര്യം അവർക്കറിയാം നാളെ ബോണ്ടിന്റെ വില കൂടും, അന്നേരം വിൽക്കാം. Thus there is a negative relationship between market rate of interest and speculative demand. അപ്പൊ രണ്ട് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് നമുക്കുള്ളത്. ഒന്ന് ബോണ്ട് പ്രൈസും മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പ്. അടുത്തത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലും നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. ഇനി നേരെ തിരിച്ച് നമുക്ക് അതിന്റെ ഒരു ഇക്വേഷനിലേക്ക് വരാം. നമുക്ക് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയെ നമുക്ക് എങ്ങനെ എഴുതാം? MS raised to D. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ക്യാൻ ബി റിട്ടൺ ആസ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയെ നമുക്ക് എങ്ങനെ MS raised to D, അതൊരു ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് എഴുതാം. MS raised to D സമം R max minus R divided by R minus R minimum. R max minus R divided by R minus R minimum. ഇനി എന്താണ് ഇവിടുത്തെ R max എന്ന് പറയുന്നത്? R എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇനിയും ആർ മാക്സ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഓഫ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആർ മിനിമം എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് SDM ക്യാൻ ബി റിട്ടൺ ആസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. SDM എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ക്യാൻ ബി റിട്ടൺ ആസ് MS, മറ്റേ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി MG raised to D. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി MS raised to D സമം R max minus R divided by R minus R minimum. R എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, R max അപ്പർ ലിമിറ്റ് ആണ്, R minimum ലോവർ ലിമിറ്റ്. ഇനി നിങ്ങളോട് പറയണം, when R is equal to R max, R max ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി 0 ആയിരിക്കും. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണെങ്കിൽ ആരും പണം കൈവച്ചേക്കത്തില്ല, എല്ലാവരും പണം ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് നമുക്ക് ഇക്വേഷൻ നമ്മൾ പറഞ്ഞ ആ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. R എന്താന്ന് പറഞ്ഞത്? R max ആണ്. അവിടെ ഇക്വേഷൻ എന്തായിരുന്നു? R max minus R. R max minus R max. R max ഏതാണ്? രണ്ടാമത് എഴുതിയ R max ഏതാണ്? ഇപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുവാണ് R is equal to R max divided by R max minus R minimum. അപ്പൊ R max ൽ R max കുറച്ചാൽ 0. R max ൽ R minimum കുറച്ചാൽ നമുക്കൊരു നമ്പർ കിട്ടും. ഒരു 0യെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0. അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. When R is equal to R max, speculative demand for money is dash. എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി R minimum ആണെങ്കിലോ? R minimum ആണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റ് ആയിരിക്കും. R max minus R minimum ആണ്. R minimum divided by R minimum minus R minimum. മാക്സിമത്തിൽ മിനിമം കുറയ്ക്കുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ മിനിമത്തിൽ നിന്ന് മിനിമം കുറച്ചാൽ 0യും കിട്ടും, ഇൻഫിനിറ്റ് ആയി. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതാണ്, when R is equal to R max, speculative demand for money is dash. Speculative demand for money 0 ആയിരിക്കും. When R is equal to R minimum, speculative demand for money is infinite. അവിടെ speculative demand for money എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. ഇനി നമുക്ക്
ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയെ കണ്ടുപിടിക്കാനുള്ള ഒരു ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ആണ് നമുക്ക് അവിടെ നോക്കാൻ പോകുന്നത്. അവിടെ OY ആക്സും OX ആക്സും ഉണ്ട്, OY ആക്സും ഉണ്ട്, OX ആക്സും ഉണ്ട്. അതായത് വെർട്ടിക്കൽ ആണ് OY ആക്സിസ്, ഹൊറിസോണ്ടൽ ആണ് പിന്നെ OX ആക്സിസ്. അവിടെ OY ആക്സിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, OX ആക്സിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുമാണ്. അവിടെ ഒരു ഡയഗ്രം ഉണ്ട്, ആ ഡയഗ്രമാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കർവ്. നിങ്ങൾ നോക്കിയേ, R മാക്സ്, R മാക്സ് ആണെങ്കിൽ അവിടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി 0 ആയിരിക്കും. അങ്ങനെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നതിനനുസരിച്ച് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൂടിക്കൂടി വരുന്നു. അങ്ങനെ കൂടിക്കൂടി വരുന്നത് എവിടെ വരുമ്പോൾ R മിനിമത്തിലെത്തുന്നു. R മിനിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കർവ് X ആക്സിന് സമാന്തരമായി വരുന്ന ഒരു നേർരേഖയാകുന്നു. അവിടെ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആണ്. എത്രയാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അവിടെ ഇൻഫിനിറ്റ് ആണ്. ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുക. അതായത് ആ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു വന്ന് R മിനിമം ആകുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കർവ് X ആക്സിന് സമാന്തരമായി വന്നു കഴിഞ്ഞാൽ ആ പോർഷനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ആ ഡയഗ്രത്തിന് താഴെയുള്ള നോട്ട്സ് നോക്കിയോ, when market rate of interest fall to R minimum, market rate of interest ഉണ്ടാകും കുറഞ്ഞു വന്ന് R മിനിമത്തിലെത്തിയാൽ ബോണ്ട് പ്രൈസ് വിൽ ബി വെരി ഹൈ, ബോണ്ട് പ്രൈസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്തില്ല, നോ വൺ വിൽ ട്രൈ ടു ഇൻവെസ്റ്റ് ഇൻ ബോണ്ട്, ആരും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകത്തില്ല. ആൻഡ് എവരി വൺ വിൽ ഹോൾഡ് ക്യാഷ്, എല്ലാവരും കാര്യം ബോണ്ടിന്റെ വില വളരെ കുറവ്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവ്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവായതുകൊണ്ട് ആരും ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തില്ല, എല്ലാവരും ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കും, എന്ന് വെച്ചാൽ ബോണ്ടോ സെക്യൂരിറ്റിയോ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി എലാസ്റ്റിക്. എത്രയാണ് നമുക്ക് പറയാൻ കഴിയില്ല. when the market rate of interest reaches R minimum, ഇനി മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അങ്ങ് R മിനിമത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും, ദി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കർവ് വിൽ ബി പാരലൽ ടു OX ആക്സിസ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കർവ് OX ആക്സിന് സമാന്തരമായി വരുന്ന ഒരു നേർരേഖയായിരിക്കും. ആ നേർരേഖ വരുന്ന ആ സിറ്റുവേഷനെ വിളിക്കുന്നവരാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്, ഇന്നത്തെ ക്ലാസ് നമ്മളിപ്പോൾ കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ആദ്യം ബാർട്ടർ സിസ്റ്റം പറഞ്ഞു, ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം പറഞ്ഞു, മണി ഫങ്ഷൻസ് ഓഫ് മണി പറഞ്ഞു, പിന്നെ ഡിമാൻഡ് ഫോർ മണി. പണത്തിന് ഡിമാൻഡ് ഉണ്ടാകാൻ 3 കാരണങ്ങൾ ഏതൊക്കെയായിരുന്നു, പ്രിക്കോഷണറി മോട്ടീവ്, ട്രാൻസാക്ഷൻ മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അപ്പം ഇത്